ഹലോ ഗൈസ്, ഇന്നൊരു സുഖമില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. എണീറ്റപ്പോഴേ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ആകെ ബോറടിച്ച് സത്യം പറഞ്ഞെന്ന് ചെയ്യാൻ ഒരു പണി ഉണ്ടായിരുന്നു. കുറച്ചേരം അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് പിന്നെ പുറത്ത് ഉമ്മിച്ച് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണ്ടായിരുന്നു. ചെടിയൊക്കെ നോക്കി ഉമ്മിച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കണതൊക്കെ നോക്കി അങ്ങനെ ഇരുന്ന് വന്നപ്പോൾ പിന്നെയും ബോറടിച്ച്. അങ്ങനെ നേരെ റൂമിലോട്ട് പോയപ്പോഴാണ് എനിക്ക് ആ ബുദ്ധി തോന്നിയത്, റൂമൊന്ന് ഒതുക്കിയാലോ. പക്ഷെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഞാനതങ്ങ് അത് കഴിഞ്ഞ് കബോർഡ് ഒതുക്കാന്ന് വിചാരിച്ചു. നിർഭാഗ്യവശാൽ അതെന്റെ ഉമ്മിച്ച് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സാധനം എൻ്റെ കണ്ണിൽ പെട്ടത്. ഇതെനിക്ക് സമ്മാനിച്ചത് ഈ കാലാട്ടിരിക്കുന്ന ആളാണ് ട്ടാ. അതെന്റെ വാപ്പുമ്മ. സത്യത്തിൽ അത് വാപ്പുമ്മയുടെ അലമാരിയായിരുന്നു. വാപ്പുമ്മക്ക് പുതിയത് കിട്ടിയപ്പോ എനിക്കത് പിന്നെ ഒന്നും നോക്കിയില്ല, ആ അലമാര അങ്ങോട്ട് തുറന്നപ്പോണ്ടല്ലോ എന്റെ കിളി അങ്ങ് പോയി. എന്താണ് ഈ കാണുന്നത്? മൂടോയി. അതുകൊണ്ടൊന്നും ഞാൻ തളർന്നില്ല. ആ അലമാരി മൊത്തത്തിൽ അങ്ങോട്ട് പരിധിയപ്പോ ഈ ബോക്സ് എന്റെ കയ്യിൽ പെട്ടിട്ട. ഇതെന്റെ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ വെക്കണ ബോക്സാണ്. ഇതെന്റെ കമ്മലിട്ടേക്കണ ബോക്സാണ്. ബോക്സ് കണ്ടാരും തെറ്റിദ്ധരിക്കണ്ട, ആകെ 3-4 കമ്മല് മാത്രമേ ഉള്ളൂ അതിൽ. ആ ബോക്സ് ഒന്നും കൂടെ പരിചയപ്പോഴാണ് ഈ ബോക്സ് എന്റെ കൈ കിട്ടിയത്. ഇതെന്റെ മാലിട്ട് വയ്ക്കണ ബോക്സാണ്. അതുകൊണ്ട് തന്നെ മാലയുടെയൊക്കെ അവസ്ഥ പരിതാപകരമാണ്. കണ്ടില്ലേ എന്താണല്ലേ മാലയുടെയൊക്കെ അവസ്ഥ നോക്കി. ഇതൊക്കെ എപ്പോ വേർതിരിച്ചെടുക്കാനാണ്? അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവില് മാല നമ്മതേ ഇതിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മാലകൾ നമുക്ക് ഇതിങ്ങനെ ആക്കി എടുത്താലോ? അതിനാദ്യം കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ വേണം കേട്ടോ. എൻ്റെ കയ്യിൽ പീസുകൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുഞ്ഞു പെട്ടികളാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ മുറിച്ച് കാർഡ്ബോർഡ് പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ രണ്ടറ്റത്തായിട്ട് 2 വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. വെട്ടിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പിൽ വെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മാല എടുത്തിട്ടുണ്ട്. മാല നമ്മൾ ഇട്ട് കൊടുത്തേക്കണ വെട്ടിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ചെയിൻ നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന ചെയിൻ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെറ്റാക്കി വയ്ക്കാം. എനിക്കിതൊന്ന് സെറ്റായിട്ടിരിക്കണം, ഒന്ന് ഒതുങ്ങിയിരിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ബാക്കി വന്ന ചെയിൻ എന്തൊക്കെയോ കാണിച്ച് വെച്ചിട്ടുണ്ട്. സംഭവങ്ങൾ ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട്. എൻ്റെ ആകെ 4 മാല ഉണ്ടായിരുന്നുള്ളൂ. ആ 4 മാലയും ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസം കിട്ടും. എന്തുപോലെ വരുന്ന മാലയുടെയൊക്കെ ഇതാകുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് എടുത്തിടയൊക്കെ ചെയ്യാം. എങ്ങനെയുണ്ട് നമുക്കത് മതി. അപ്പം എത്ര ഉള്ളൂ. അപ്പം ബൈ.